നേരിട്ടെത്തി കേരളത്തിലെ സാഹചര്യം മനസ്സിലാക്കണമെന്ന് കേന്ദ്ര വനം മന്ത്രിയോട് ആവശ്യപ്പെട്ടതായി ജോസ് കെ മാണി എം പി. വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന കേരളത്തിലെ സാഹചര്യം മന്ത്രിയെ ധരിപ്പിച്ചു. ഉടൻ തന്നെ കേരളം സന്ദർശിക്കാമെന്ന് വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് വാക്കുതന്നതായും ജോസ് കെ മാണി 24നോട് പറഞ്ഞു. നേരിട്ട് ഞങ്ങളും അതോടൊപ്പം തന്നെ MLA-മാരും നേരിട്ട് പോയി കണ്ടു. ഏതാണ്ട് 3/4 മണിക്കൂറോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിനോട് കേരളത്തിൽ വന്ന് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കട്ടെ. അപ്പോൾ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. അത് ഒരു പോസിറ്റീവ് നോഡ് കിട്ടി. കാരണം വരട്ടെ, ഞങ്ങൾക്ക് നമ്മുടെ സിറ്റുവേഷൻ അറിയാൻ, ഞങ്ങൾ അതിന് എന്താണ് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കാമെന്നും പറഞ്ഞു. വനംവകുപ്പ് മന്ത്രിയെ നേരിട്ട് ഞങ്ങളും അച്യുതൻ ശരിയാണ് ഡൽഹിയിൽ നിന്നും. അച്യുതൻ, ഇപ്പോൾ ജോസ് കെ മാണി പറഞ്ഞതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇനി എപ്പോഴാണ് സന്ദർശനം എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തൊക്കെ കാര്യങ്ങൾ പങ്കുവച്ചു ജോസ് കെ മാണി? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിധ, വന്യജീവി ആക്രമണങ്ങളിൽ വന്യജീവി സംരക്ഷണ നിയമം അതിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിഷേധം പാർലമെൻറ്റ് മാർച്ച് ഇന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് കേരള കോൺഗ്രസ് എമ്മിലെ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര വനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ നിലവിൽ കേരളത്തിൽ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ വനമന്ത്രിയെ ധരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ സംഘം കേന്ദ്ര വനമന്ത്രിയോട് ഈ സംസ്ഥാനത്തെ ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായ മേഖലകൾ സന്ദർശിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്തായാലും ആ ആവശ്യം കേന്ദ്ര വനമന്ത്രി അംഗീകരിക്കുകയായിരുന്നു. ഉടൻ തന്നെ തൻ്റെ നിലവിലെ മറ്റു പരിപാടികൾ കഴിഞ്ഞതിനു ശേഷം തൻ്റെ സൗകര്യമനുസരിച്ച് ഉടൻ തന്നെ കേരളത്തിലെ ഈ മേഖലകൾ സന്ദർശിക്കാം എന്ന ഉറപ്പ് ഈ കേരള കോൺഗ്രസ് എമ്മിലെ ഈ നേതാക്കൾക്ക് നൽകുന്നത്. ഉടൻ തന്നെ ആ ഒരു സന്ദർശനം ഉണ്ടാകുമെന്നാണ് ജോസ് കെ മാണി 24നോട് പറഞ്ഞത്. നിലവിൽ ഈ വന്യജീവി സംരക്ഷണ നിയമവും ദുരന്ത നിവാരണ നിയമവും ഇതിലും ഭേദഗതി ചെയ്യണമെന്നും ഇതിൽ പല ആളുകൾക്കെതിരെയും, അതായത് പ്രാണരക്ഷാർത്ഥം മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് എതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയുമുണ്ടായി. എന്തായാലും അതിലെല്ലാം ഒരു പരിഹാരമുണ്ടാകണം എന്ന ആവശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു കൂടിക്കാഴ്ച. അതിലൊരു അനുകൂല തരത്തിലായിരുന്നു വനമന്ത്രിയുടെ പ്രതികരണം എന്നുകൂടി നേതാക്കൾ വ്യക്തമാക്കി. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും കേന്ദ്ര വനമന്ത്രി വരട്ടെ, എന്താ ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക, അവരുടെ ജീവിതം എന്താണെന്ന് കണ്ടറിയട്ടെ, അതിനൊരു പരിഹാരമുണ്ടാകട്ടെ. ഒപ്പം തന്നെ ഈ വന്യജീവികൾക്ക് അവരിങ്ങനെ കാടിറങ്ങി വരുന്നതിനൊരു കാരണമുണ്ടല്ലോ, അപ്പോൾ അത് ഏത് രീതിയിൽ പരിഹരിക്കാം, അതൊക്കെ ആകണം ചർച്ച.